മോഹൻലാലിൻ്റെ മലൈക്കോട്ടെ വാലിബൻ 9-ാം ദിവസത്തെ കളക്ഷൻ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച തീർച്ചയായും നമുക്കറിയാം സാധാരണയേക്കാൾ ഇച്ചിരി മികച്ച ഒരു ദിവസമായിരിക്കണം. ശനി ഞായർ ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അവിടെ ഇതുവരെ ഉണ്ടായിരുന്ന കളക്ഷൻ്റെ മുകളിലേക്ക് പോകേണ്ടതാണ്. നമുക്കറിയാം സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന റിവ്യൂസും കാര്യങ്ങളുമൊക്കെ. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ 9-ാം ദിവസം ട്രാക്ക്ഡ് കളക്ഷൻസിലേക്ക് ചെല്ലുമ്പോൾ 491 ഷോകളാണ് സിനിമയ്ക്കുണ്ടായിരുന്നത്. 13,000-നടുത്ത ആളുകൾ കാണുമ്പോൾ 20 ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ ഇന്നത്തെയും കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. അതായത് സമാനമായ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളിയിൽ സിനിമയ്ക്ക് വന്ന ചെറിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ ഈ ഒരു എമൗണ്ട് പറയുമ്പോൾ പലർക്കും തോന്നാം ഇത് വളരെ കുറവല്ലേ. തീർച്ചയായും ഈ സിനിമയുടെ കളക്ഷൻ വളരെ കുറവ് തന്നെയാണ്. പക്ഷേ സിനിമ സ്റ്റഡി കളക്ഷനോട് പോകുന്നു. അതായത് ഇത്ര വലിയ നെഗറ്റീവ് പബ്ലിസിറ്റി വന്നിട്ടും അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം ആളുകൾക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടും ഫാൻസ് തന്നെ തള്ളിപ്പറഞ്ഞിട്ടും ഈ സിനിമ ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കളക്ഷൻ നമുക്ക് 20 ലക്ഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്, അതായത് ട്രാക്ക്ഡ് കളക്ഷൻസിൽ ഇത്രയും പറയുമ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ 42-45 ലക്ഷം രൂപയോളമാണ് ഇന്നത്തെ സിനിമയുടെ കളക്ഷൻ. ഒരു പക്ഷേ അതിന് മുകളിലും പോകാം. കാരണം ടിക്കറ്റ് അവൈലബിലിറ്റി നല്ലതായിട്ടുള്ളതുകൊണ്ട് ഭൂരിഭാഗം ജനങ്ങളും തിയേറ്ററിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുക്കുകയോ ഉള്ളൂ എന്നുള്ളതാണ്. കാരണം ഇടിയില്ല എന്നുള്ള കാര്യം കൊണ്ട് തന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബുക്ക് മൈ ഷോയിലോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ടിക്കറ്റ് ബുക്കിംഗ് ആപ്പിലൂടെ പോകുമ്പോൾ ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു 30 രൂപ 40 രൂപയുടെ കൂടുതൽ വരും. അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇങ്ങനെ അതായത് 3 പേര് സിനിമ കാണാൻ പോവുകയാണെങ്കിൽ ഒരാളുടെ ടിക്കറ്റ് കൂടെ എടുക്കാൻ കഴിയും. അങ്ങനെ ഡയറക്റ്റ് തിയേറ്ററിൽ നിന്നാവുമ്പോൾ സാധാരണഗതിയിൽ വലിയ ഇടിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് പോകുന്നത്. എന്നിരുന്നാലും അപ്പോൾ നമുക്കൊരു 20-30% ആണ് ആളുകൾ ഇപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാം. ബാക്കിയുള്ളവരെല്ലാം തിയേറ്ററിൽ തന്നെയാണ് പോകുന്നത്. പല സ്ഥലങ്ങളിലും നല്ല തിരക്കുകൾ അനുഭവപ്പെടാറുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെന്നല്ല പറയുന്നതും. അതൊക്കെ കമൻസിലൂടെ കാണുമ്പോൾ നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് നല്ല ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിൽ 1-2 തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് തിയേറ്ററുകൾ ഈ പറഞ്ഞ 491 ഷോയും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. ഒക്കെ ഒന്ന് ബോധത്തോടെ ചിന്തിച്ചാൽ നല്ലതായിരിക്കും. എന്താണ് സിനിമ ഇതിനോടകം തന്നെ 9,45 ലക്ഷം രൂപ കവർ ചെയ്തിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ തിങ്കൾ തൊട്ട് ഈ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ സിനിമയ്ക്കുണ്ടായത് ഏകദേശം 50 ലക്ഷം രൂപയ്ക്ക് അടുത്ത് അല്ലെങ്കിൽ 45 ലക്ഷം രൂപ ആവറേജ് എന്ന് പറയാം. അതായത് ആദ്യ 2 ദിനങ്ങളിൽ സിനിമ 55 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരികയും 3-ാം ദിവസം സിനിമ 48-50 ലക്ഷം രൂപയ്ക്ക് വരികയും പിന്നീടുള്ള 2 ദിവസങ്ങളിൽ 40 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് വരികയും ചെയ്ത ഒരു കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും ഇത്ര നെഗറ്റീവ് പബ്ലിസിറ്റി വന്നിട്ടും സിനിമ ഇങ്ങനെ ഒരു സ്റ്റഡി കളക്ഷൻ ആ സിനിമയുടെ മികവ് തന്നെയാണ് പറയുന്നത്. കാരണം ഒരു LJP സിനിമയാകുമ്പോൾ അത് കാണാൻ ഒരുപാട് പേരുണ്ട്. അവരുടെ ആ ഒരു താല്പര്യം തന്നെയാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും സിനിമയുടെ ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി തരാനുള്ള ഏറ്റവും വലിയ കാര്യം ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഉണ്ടാക്കിയ ഹൈപ്പ് തന്നെയാണ്. അണിയറ പ്രവർത്തകർക്ക് ഒപ്പം തന്നെ ആദ്യമേ 6 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു തിയേറ്റർ കുലുങ്ങുമെന്നുള്ളതും. അതേപോലെ തന്നെ അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളുമൊക്കെ വരുമ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ ചെയ്യുന്നത് ആ ഒരു കാര്യത്തോടെ ഏറ്റുപിടിച്ച് പ്രത്യേകിച്ച് നമുക്കിഷ്ടമുള്ള താരങ്ങളാകുമ്പോൾ അവരുടെ പൊട്ടൻഷ്യൽ, മോഹൻലാലിൻ്റെ പൊട്ടൻഷ്യൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത്ര നെഗറ്റീവ് പബ്ലിസിറ്റി വന്നിട്ടും ഈ സിനിമയ്ക്ക് ഏകദേശം 9.45 കോടി ട്രാക്കേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വരണം എന്നുണ്ടെങ്കിൽ അത് ഗംഭീരം തന്നെയാണ്. സാധാരണ വേറെ ഒരു നടനും ഈ റേഞ്ചിലേക്ക് ഇങ്ങനെയുള്ള ഒരു സിനിമ വന്നാൽ എത്തില്ല എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് ഈ സിനിമ 500 കോടി കയറുമായിരുന്നു എന്നുള്ളത്. അതിൻ്റെ ഒരു ഉദാഹരണം മോഹൻലാലിൻ്റെ സിനിമയാണ്. അത്ര ഗംഭീരമായിട്ടുള്ള പ്രൊമോഷൻസ് തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ നടന്നത്. അപ്പോൾ സിനിമ ഒരു പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഇവിടെ വന്ന് ചിഹ്നം വിളിക്കുന്ന പല ചേട്ടന്മാരും മിണ്ടാൻ പോലും ഈ വഴിയെ വരില്ലായിരുന്നു എന്നുള്ളതാണ്. സിനിമ പരാജയപ്പെടും, വിജയിക്കും. 250ഓളം സിനിമകൾ ഇറങ്ങുന്ന മലയാളത്തിൽ അല്ലെങ്കിൽ 275-300-നടുത്ത് സിനിമകൾ ഇറങ്ങുന്നിടത്തിൽ 10-12 സിനിമകൾ മാത്രം വിജയിച്ചു പോകുന്ന നമുക്കറിയാം. പലപ്പോഴും സിനിമകളുടെ പരാജയം സിനിമകളുടെ കുഴപ്പം കൊണ്ട് മാത്രമാകാറില്ല എന്നുള്ളതും നമുക്കറിയാം. ഒരു പക്ഷേ ചിലർക്ക് അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇഷ്ടപ്പെടാതെ വരുന്നു. പിന്നീട് TV-യിലുമൊക്കെ വരുമ്പോൾ അവർ പിന്നെ അതിനെ കൈയടിച്ച് വലിയ സംഭവമാക്കുന്നു. ഒരുപക്ഷെ മലൈക്കോട്ടെ വാലിബൻ ഇതേപോലെ തന്നെ ആയിരിക്കാം. എന്താണ് 2-ാം പാർട്ടും കാര്യങ്ങളുമൊക്കെ അണിയറയിൽ സംസാരങ്ങൾ കേൾക്കുന്നു. അതിന് വീഡിയോയുമായി വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.